എന്താണോ ഈ തയ്ച്ചു വെച്ചിരിക്കുന്നത്? പാന്റ്. ഇങ്ങനെയാണോ പാന്റ് തയ്ക്കുന്നത്? പാന്റ് പിന്നെ ഇങ്ങനെയല്ല, ഷർട്ട് പോലാണോ തയ്ക്കുന്നത്? ശരിക്കാടാ പാന്റ്. ഞാൻ കണ്ണു തുറന്നു നോക്കിക്കേ. ആഹാ, നന്നായിരിക്കുന്നു. ഇതിനെന്താ കുഴപ്പം? രണ്ടു കാലം രണ്ട് കളറിലാണോ വെച്ചിരിക്കുന്നത്? ഇതെങ്ങനെ സംഭവിച്ചു? എടാ ശിഷ്യ, കറണ്ട് ഉണ്ടായിരുന്നില്ല, അപ്പൊ ആശയം തന്നെ ഇതിപ്പോഴത്തെ പുതിയ ഫാഷനാണ്, രണ്ടിലൊന്ന്. എന്നിട്ടാണ് സിബും ബട്ടനും ഇല്ലാത്തത്. ക്ഷമിക്കേ സാറ്, നമ്മുടെ ആളല്ലേ സാറ്, ക്ഷമിക്കണം. ഇവിടെ മന്ത്രിമാരും MLA-മാരും വരെ നിമിഷം പ്രതി കാല് മാറുന്നു. പിന്നെ സാറിന്റെ ഈ കാല് ഇതിനെയും മാറ്റണോ? ഞാൻ ഏറ്റു സാർ. ഇന്ന് പോയി ടുമാറോ കമ്മിൻ. പോണം. നീ എന്തോ നിക്കാറാവിടെ. അയ്യോ ആശാനെ, ഇനി എന്റെ ഈ തല ഒരു കാശിനും കൊള്ളൂല. എടാ, അതൊക്കെ നമ്മളിവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ. പോട്ടെ ആശാന്, പോട്ടെ പോട്ടെ എന്ന് പറയാൻ. തല പോകുന്ന എന്റെ അല്ലേ? തല പോകുന്നെങ്കിൽ നീ വേഗം പോയി ഒരു ഗുൾഗാരിൻ വാങ്ങിച്ചു തന്നെ. എന്നാ ഞാൻ പോട്ടെ. ഞാൻ പോകാൻ പറയാതെ പോടാ. മിസ്സിലാവുള്ള ചേട്ടനെന്തി? അകത്തുണ്ട്. ചേട്ടാ, ഇത് കണ്ടോ? യൂത്ത് ഫെസ്റ്റിവലിൽ സംഗീത മത്സരത്തിന് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ട് എന്തേ വരാഞ്ഞത്? പ്രൈസ് വാങ്ങുമ്പോ ഞാൻ ചേട്ടനെ അവിടെ ഒക്കെ നോക്കി. എന്താ ചേട്ടാ വരാഞ്ഞത്? ഞാൻ ഈ വേഷത്തിൽ വന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് മോശമാവില്ലേ എന്ന് കരുതി. ചേട്ടാ, ചേട്ടൻ എന്താണ് പറഞ്ഞത്? ചേട്ടൻ എന്നെ കാണാൻ വരുന്നത് എനിക്ക് മോശമാണെന്നോ? സാരമില്ല, കരയരുത്. ചേട്ടൻ വെറുതെ പറഞ്ഞല്ലേ. കരയല്ലേ? നിന്റെ പാട്ട് ചേട്ടൻ കേട്ടാ പോരെ? മാന്യ മഹാജനങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി മിസ് ഗീത പാടിയ പാട്ട് ഇപ്പോൾ അവളുടെ ചേട്ടന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പാടാൻ പോവുകയാണ്. അതുകൊണ്ട് മാന്യ മഹാജനങ്ങൾ സ്ഥലം കാലിയാക്കി തരണമെന്ന് താല്പര്യപ്പെടുന്നു. നാട്ടുകാരെ, മാർക്കറ്റ്, സൈക്കിൾ ചെയിൻ, ആസിഡ് ബൾബ് തുടങ്ങിയവ മൊത്തമായും ചിൽഡ്രൻ ലിവിംഗിന് ഞങ്ങളുടെ ആശാനെ സമീപിക്കുക. ഇനി ചേച്ചി പാടിക്കും. ശിഷ്യ, ഇങ്ങ വാ. ആശാനെ, ആശാനെ